ആദ്യമായി ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ടെംപ്ലേറ്റ്സിന്റെ ആരോ ക്ലിക്ക് ചെയ്യുക. ശേഷം അക്കാഡ് ISO DWT സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വർക്ക് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. ഒരു 2D വർക്ക് സ്പേസ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നാം 3D ആണ് നാം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ വർക്ക് സ്പേസ് 3D വർക്ക് സ്പേസ് ആക്കണം. ഇതിനു വേണ്ടി ഈ വർക്ക് സ്പേസ് സ്വിച്ചിങ് ആരോ ക്ലിക്ക് ചെയ്തതിനു ശേഷം 3D മോഡലിംഗ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ 3D വർക്ക് സ്പേസ് ആണിത്. ഇനി ഈ അൺസ്റ്റേബിൾ വ്യൂ അതിന്റെ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് SC ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഈ UCS ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാനായിട്ട് UCS ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ശേഷം നോ ഓർബിൻ സെലക്ട് ചെയ്യുക. നാം ഈ ഓബ്ജക്റ്റ് ആണ് 3D ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഓബ്ജക്റ്റ് റൈറ്റ് UCSലാണ് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. റൈറ്റ് UCS ഇവിടെ ഇപ്പൊ വേൾഡ് UCS ആണ് കിടക്കുന്നത്, അതായത് ടോപ്പ് UCS. നമുക്ക് ഇത് ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റ് UCS ആക്കാം. ഇനി ഈ ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം 2 സർക്കിളാണ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒന്ന് 40 ഡയമീറ്റർ, വേറൊന്ന് 16 ഡയമീറ്റർ. ഇങ്ങനെയുള്ള സർക്കിൾ കമാൻഡ് എടുക്കുക. സെന്റർ ഡയമീറ്റർ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, 40 എന്റർ. അടുത്ത സർക്കിൾ 16 എന്റർ, ഡയമീറ്റർ 16. ഇനി ഈ സർക്കിളിന്റെ ഈ അടിയിലെ ക്വാഡ്രന്റിൽ നിന്ന് 150 യൂണിറ്റിലേക്ക് ഒരു ലൈൻ നമുക്ക് വരക്കാം. ലൈൻ കമാൻഡ് എടുക്കുക, ക്വാഡ്രന്റ് ക്ലിക്ക് ചെയ്യുക, ഓർത്തോ ഓൺ ചെയ്യുക. 180 എന്റർ. ഇനി നമുക്ക് ഈ ഭാഗം വരക്കാം. ഇങ്ങോട്ടുള്ള ലൈൻ അത് 12 + 12 24 ആണ്. 24. അപ്പോൾ 24 യൂണിറ്റിലേക്ക് എന്റർ. ഇനി ഈ എൻഡിൽ നിന്ന് 63 യൂണിറ്റിലേക്ക് നമുക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 52 യൂണിറ്റിലേക്കുള്ള മുകളിലേക്ക് ഒരു ലൈൻ വരണം. അപ്പൊ ട്രാക്കിംഗ് നടത്തണം, ഓട്ടറാക്ക് ചെയ്യണം. ഓട്ടറാക്ക് ചെയ്യുന്നതിന് ഇവിടെ നിന്ന് 63 യൂണിറ്റിലേക്ക്. അപ്പൊ ലൈൻ കമാൻഡ് എടുക്കാം. ഇവിടെ പോയിന്റ് ചെയ്യാൻ ഡോണ്ട് ക്ലിക്ക്, ഓട്ടറാക്ക് ചെയ്യാൻ പോയാണ്. 63 എന്റർ. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് 52 യൂണിറ്റിലേക്കാണ് നമുക്ക് ഈ ലൈൻ വരക്കേണ്ടത്. 52 എന്റർ. ഇനി നമുക്ക് ഈ മുകളിലത്തെ ക്വാഡ്രന്റിൽ നിന്ന്, ഈ സർക്കിളിന്റെ മുകളിലത്തെ ക്വാഡ്രന്റിൽ നിന്ന് ഈ എൻഡ് പോയിന്റിലേക്ക് ലൈൻ വരക്കുക. ആ എൻഡ് പോയിന്റിൽ നിന്ന് ഈ എൻഡ് പോയിന്റിലേക്കും ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. എന്റർ ചെയ്യാം. ഇനി ഈ ലൈൻ ഡിലീറ്റ് ചെയ്യാം. ഒരു മെഷർമെന്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആ ലൈൻ വരച്ചത്. ഇനി നമുക്കിത് സർക്കിൾ ചെയ്യാം. ഈ ഭാഗം 10 യൂണിറ്റിലേക്കും ഈ സർക്കിൾസ് 18 യൂണിറ്റിലേക്കുമാണ് സർക്കിൾ ചെയ്യേണ്ടത്.
പ്രസ് ഫുൾ കമാൻഡ് എടുക്കുക. ഇതാണ് പ്രസ് ഫുൾ കമാൻഡ്. ക്ലിക്ക് ചെയ്യുക, ഇതിന്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക, 10 എന്റർ. ഈ 2D വയർഫ്രെയിമിലാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇത് നമുക്ക് ഷെയ്ഡഡ് വിത്ത് അഡ്ജസ്റ്റ് ആക്കാം. ഇനി ഗ്രിഡ് നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്ത പ്രസ് ഫുൾ, ഈ സർക്കിൾ പ്രസ് ഫുൾ 18 യൂണിറ്റിലേക്കാണ്. പ്രസ് ഫുൾ കമാൻഡ് എടുക്കാം, 18 എന്റർ. എസ്കേപ്പ് ചെയ്യുക. ഇനി നോക്കുക, ഈ ഓബ്ജക്റ്റ് ഇതിന്റെ നടുവിലായിട്ട് വരണം. ഇതിപ്പോ ഈ എഡ്ജിലാണ് ഇരിക്കുന്നത് ഓബ്ജക്റ്റ്. ഈ ഓബ്ജക്റ്റ് ഇതിന്റെ എഡ്ജിലാണ് ഇരിക്കുന്നത്. നടുവിലാക്കാൻ നമുക്ക് ഈ സർക്കിൾ കൊണ്ട് ഉണ്ടാക്കിയ ഓബ്ജക്റ്റ് നമുക്ക് മൂവ് ചെയ്താൽ അത് 4 യൂണിറ്റിലേക്ക് മൂവ് ചെയ്യണം. 4 യൂണിറ്റിലേക്ക്. അപ്പൊ മൂവ് കമാൻഡ് എടുക്കുക. M ആണ് മൂവിന്റെ ഷോർട്ട്കട്ട്. M എന്റർ. സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. ഇവിടെ ബേസ് പോയിന്റ് എടുക്കുക, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക, 4 എന്റർ. അത് മൂവ് ചെയ്ത് കഴിഞ്ഞു, കറക്റ്റായി. ഇനി നമുക്കിത് യൂണിയൻ ചെയ്യാം, ഒറ്റ ഓബ്ജക്റ്റ് ആക്കാം. അപ്പൊ യൂണിയൻ കമാൻഡ് എടുക്കുക. ഇതാണ് യൂണിയൻ കമാൻഡ്. യൂണിയൻ കമാൻഡ് എടുക്കുക, രണ്ടും സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. അപ്പൊ ഒറ്റ യൂണിറ്റ് ആയി. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കോപ്പി കൂടി വേണം. അപ്പൊ ഒരു കോപ്പി നമുക്ക് ഇതിന് എടുക്കാം. കോപ്പിയുടെ ഷോർട്ട്കട്ട് CP ആണ്. CP എന്റർ. ഇനി ഓബ്ജക്ട് സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ബേസ് പോയിന്റ് ഡ്രാഗ് ചെയ്യുക. ഇനി എസ്കേപ്പ് ചെയ്യുക. അപ്പൊ 2 ഒബ്ജക്റ്റ് ആയി. നമുക്കിത് കോപ്പി ചെയ്ത് 2 ഒബ്ജക്റ്റുകളായി. ഇനി ഈ 2 ഒബ്ജക്റ്റിന്റെ നടുവിൽ വേറൊരു റെക്ടാങ്കുലർ ഒബ്ജക്റ്റ് ഉണ്ട്. 125 യൂണിറ്റും 25 യൂണിറ്റും ഉള്ള ഒരു റെക്ടാങ്കിൾ വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. 125, 25. അത് വരയ്ക്കുന്നതിന് നമ്മൾ ഇപ്പൊ ടോപ്പ് യൂസിയസിലായിരിക്കണം. ഇപ്പൊ ഇത് റൈറ്റ് യൂസിയസിലാണ്. അപ്പൊ ഈ അൺനെയിംഡിൽ പോയി ടോപ്പ് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് 125, 25ന്റെ ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കാം. ലൈൻ കമാൻഡ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക, 125, 25, ഇനി 125. ഇനി C ക്ലോസ് ചെയ്യാനായിട്ട് C എന്റർ ചെയ്താൽ മതി. C എന്റർ. ഇനി ഈ റെക്ടാങ്കിൾ ഇതേ ഡിസ്റ്റൻസിൽ നമുക്ക് പ്രസ് ചെയ്യണം. ഇത് എത്രയാണ്? 24 യൂണിറ്റ് ആണ്. അപ്പൊ 24ലേക്ക് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 2 ഒബ്ജക്റ്റുകളും ഇതിന്റെ ഈ 2 അപ്പുറത്തുള്ള 2 എൻഡ് പോയിന്റുകളിൽ ജോയിൻ ചെയ്യണം. അതിന് മൂവ് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോ നമുക്ക് ഈ എൻഡ് പോയിന്റ് കാണാൻ കഴിയുന്നില്ല. ഈ എൻഡ് പോയിന്റ് അത് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിപ്പോ SE ഐസോമെട്രിക്കിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൽക്കാലത്തേക്ക് നമുക്കിത് NE ഐസോമെട്രിക്കിലേക്ക് ആക്കാം. അതിന്റെ ബാക്ക് ഭാഗം കാണാനായിട്ടാണ്. അപ്പൊ SE ഐസോമെട്രിക്കിൽ നിന്ന് NE ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഈ ബാക്ക് ഭാഗം കാണാൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഭാഗത്ത് ഈ എൻഡ് പോയിന്റിലും ഈ എൻഡ് പോയിന്റിലും നമുക്ക് ഇത് രണ്ടും മൂവ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. അപ്പൊ ഇനി നോക്കാം. ഇനി മൂവ് കമാൻഡ് എടുക്കാം. M എന്റർ. M ആണ് മൂവ് കമാൻഡ് ഷോർട്ട്കട്ട്. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക. ഈ എൻഡ് പോയിന്റ് എടുക്കുക. ശേഷം ഈ എൻഡ് പോയിന്റിൽ മൂവ് ചെയ്യുക.
ഇനി അടുത്ത മൂവ്മെന്റ് എന്റർ മൂവ് കമാൻഡ് എടുക്കുക, സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യുക, ഈ എൻഡ് പോയിന്റ് എടുക്കുക, ശേഷം അതിന്റെ ഈ എൻഡ് പോയിന്റിലേക്ക് മൂവ് ചെയ്യുക. ഇപ്പൊ നമ്മൾ മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് NA ഐസോമെട്രിക് ഇതിനു വേണ്ടിയാണ് നമ്മൾ എടുത്തത്. ഇനി നമുക്ക് നേരിട്ട് SC ഐസോമെട്രിക്കിലേക്ക് തന്നെ പോവാം. അപ്പൊ ഓബ്ജക്റ്റ് ശരിക്കും കാണാൻ പറ്റും, കൃത്യമായി നമുക്ക് കാണാൻ പറ്റും രീതിയിൽ. SC ഐസോമെട്രിക് ക്ലിക്ക് ചെയ്യുക, ഇതാ അപ്പൊ ശരിക്കും ആ രീതിയിലായി. ഇനി നമുക്ക് ഇത് ഈ ഡിലീറ്റ് ചെയ്തതായ ഈ ലൈൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തതായ ഡിലീറ്റ് ചെയ്യുക. ഇനി ഇതും നമുക്ക് യൂണിയൻ ചെയ്യാം. ഓരോന്ന് യൂണിയൻ ചെയ്ത് നന്നായിരിക്കും, പിന്നെയുള്ള വർക്ക് തന്നെ അത് ഗുണം ചെയ്യും. അപ്പൊ യൂണിയൻ കമാൻഡ് എടുക്കാം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒബ്ജക്റ്റും ഈ ഒബ്ജക്റ്റും ഈ ഒബ്ജക്റ്റും യൂണിയൻ ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി ഇത് ഇങ്ങനെ ആയിക്കോട്ടെ. അടുത്തത് നമുക്ക് ഈ റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഈ ഓബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് 135 യൂണിറ്റും 90 യൂണിറ്റും ഉള്ള ഒരു റെക്ടാംഗിൾ ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. 135, 90. അപ്പോൾ നിങ്ങൾ നീക്കി വെച്ചിട്ട് നമുക്ക് കഴിക്കാം. 135, 90. ലൈൻ കമാൻഡ് എടുക്കുക. 135, 90. ഇനി 135 ക്ലോസ് ചെയ്യാൻ സി എന്റർ. ഇതാണ് ഓക്കെ. ഇനി നോക്കുക, ഇത് നമുക്ക് പ്രസ് ചെയ്യേണ്ട വെറും 12 യൂണിറ്റിലേക്കാണ്, 24 12 യൂണിറ്റിലേക്ക്. അപ്പൊ 12 യൂണിറ്റിലേക്ക് നമുക്കിത് പ്രസ് ചെയ്യാം. ആദ്യം എടുക്കാം, മുകളിലേക്ക് പ്രസ് ചെയ്യാം. 12 എന്റർ. ഇനി ഈ ഒബ്ജക്റ്റിനകത്ത് 2 സർക്കിളുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ആ സർക്കിൾ കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. 2 സർക്കിളുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഈ സർക്കിൾ ഇതേ ഡയമീറ്റർ ആണ്, 14 ഡയമീറ്റർ ആണ്. 4 ഹോൾസ് 16 ഡയമീറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഡയമീറ്റർ തന്നെയാണ്. അപ്പൊ ഈ സർക്കിള് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ എഡ്ജുകൾ നമുക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്യണം, എന്നാലേ ഈ പോയിന്റ് കിട്ടുള്ളൂ. സർക്കിളിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഇപ്പുറത്തുള്ള എഡ്ജ് 40 യൂണിറ്റിലേക്കും ഈ എഡ്ജ് 22 യൂണിറ്റിലേക്കും കോപ്പി ചെയ്യാം. ഇനി കോപ്പി ചെയ്യാനായിട്ട് ഈ എക്സ്ട്രാക്ട് എഡ്ജസ് എന്ന ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കോപ്പി എഡ്ജസ് സെലക്ട് ചെയ്യുക. ഇനി നോക്കാം, ഇവിടെ നിന്ന് 40 ഈ എഡ്ജ് 40 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് ഈ എഡ്ജ് സെലക്ട് ചെയ്യുക. ഇവിടെ വെച്ച് എൻ്റർ ചെയ്യുക. ഇവിടെ എവിടെയെങ്കിലും ബേസ് പോയിന്റ് ആക്കാം, ഡ്രാഗ് ചെയ്യുക, 40 എൻ്റർ. ഇനി കോപ്പി ചെയ്യുക. ഇത് 22 യൂണിറ്റിലേക്കാണ്. അതാ 22 യൂണിറ്റിലേക്കാണ് ഇങ്ങോട്ട്. അപ്പൊ ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, 22 എൻ്റർ. ഇനി കോപ്പി എടുക്കുക. ഇപ്പോഴും അങ്ങനെ തന്നെ വേണമല്ലോ. ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, ബേസ് പോയിന്റ് ഇവിടെ ആക്കാം, ഡ്രാഗ് ചെയ്യുക, 22 എൻ്റർ, എസ്കേപ്പ് ചെയ്യുക. അപ്പൊ ഈ പോയിന്റുകൾ കിട്ടിയാൽ നമുക്ക് സർക്കിളിന്റെ പോയിന്റുകൾ, മിഡ് പോയിന്റ്, സർക്കിളിന്റെ സെന്റർ പോയിന്റുകൾ. നമുക്കിനി സർക്കിൾ വരക്കാം. സർക്കിൾ 14 ഡയമീറ്റർ ആണ്. അപ്പൊ സർക്കിൾ സെന്റർ ഡയമീറ്റർ സെലക്ട് ചെയ്യുക. സെന്റർ ഡയമീറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്യുക, 16 എൻ്റർ. ഇനി സെന്റർ ഡയമീറ്റർ എടുക്കാം, ഇവിടെ ക്ലിക്ക് ചെയ്യുക, 16 എൻ്റർ, എസ്കേപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഈ ലൈനുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം.
അതിന് എളുപ്പ വഴി നമുക്ക് ഷെയ്ഡഡ് വിത്ത് എഡ്ജസിൽ നിന്ന് നേരിട്ട് 2D വയർ ഫ്രെയിമിലേക്ക് ആദ്യം പോവുക. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഡിലീറ്റ് ചെയ്യാം. ഇനി നേരിട്ട് നമുക്ക് ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് വരാം. ഇനി പ്രസ് പുൾ ചെയ്യാം. നമുക്ക് പ്രസ് പുൾ ചെയ്ത് കഴിഞ്ഞു എസ്കേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനോടൊപ്പം ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് മൂവ് ചെയ്ത് ഇതിന്റെ ഈ എൻഡ് പോയിന്റിലേക്ക് ആക്കാം. പിന്നീട് രണ്ടാമത്തെ മൂവ്മെന്റിൽ ഇങ്ങോട്ട് 45 യൂണിറ്റ് ഇങ്ങോട്ട് മാറ്റി പോയിന്റ് ചെയ്യാം. ആദ്യം മൂവ് കമാൻഡ് എടുത്താൽ എം എന്റർ. മൂവിന്റെ ഷോർട്ട് കട്ട് എം ആണ്. എം എന്റർ സെലക്ട് ചെയ്യുക, എന്റർ ചെയ്യാം. ഈ എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ബേസിക് പോയിന്റ് ആയിട്ട്, ബേസ് പോയിന്റ് ആയിട്ട്. പിന്നെ ഈ എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക അടുത്ത പോയിന്റ് ആയിട്ട്. അപ്പൊ ആദ്യത്തെ മൂവ്മെന്റ് കഴിഞ്ഞു. ഇനിയും നമുക്ക് മൂവ് ചെയ്യണം. ഇത് പിന്നീട് ഇങ്ങോട്ട് 45 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പം മൂവ് കമാൻഡ് എടുക്കാം. ഈ ഒബ്ജക്റ്റ് തന്നെ സെലക്ട് ചെയ്യണം, എന്റർ ചെയ്യാം. ഇനി ബേസ് പോയിന്റ് എടുക്കാം. നമുക്കറിയാം എത്രയാണ്, 45 യൂണിറ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഇവിടെ എവിടെയെങ്കിലും ബേസ് പോയിന്റ് എടുക്കാം, കൊടുക്കാം. ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക, 45 എന്റർ. ഇപ്പൊ 45 യൂണിറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റ് കൃത്യമായി നമ്മൾ ഡ്രോ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് യൂണിയൻ ചെയ്യണം. ഇപ്പൊ ഈ ഒബ്ജക്റ്റ് ഒന്ന്, ഈ ഒബ്ജക്റ്റിന് 2 ഒബ്ജക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി യൂണിയൻ ചെയ്യാം. അപ്പൊ യൂണിയൻ കമാൻഡ് എടുക്കാം. എന്നിട്ട് ഫുൾ സെലക്ട് ചെയ്യുക. ഒന്നിച്ച് സെലക്ട് ചെയ്താലും ഓരോന്നല്ല, ഒന്നിച്ച് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് എന്റർ ചെയ്യാം. ഇപ്പൊ ഒറ്റ ഒബ്ജക്റ്റ് ആയി തരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നേരത്തെ വരച്ച 2D ലൈൻസ് ഒക്കെ കിടപ്പുണ്ട്. ഇതിന്റെയൊക്കെ കണ്ടോ, 2D ലൈൻസ് ഒക്കെ കിടപ്പുണ്ട്. ഈ 2D ലൈൻസ് ഒക്കെ കളയാനായിട്ട് നമുക്ക് എറേസ് കമാൻഡ് എടുത്ത് കളയാം. എറേസിന്റെ ഷോർട്ട് ഇ ആണ്. ഇ എന്റർ. ഇനി ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒഴിച്ചു നിർത്തേണ്ടത് ഈ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് മാത്രം എറേസ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് നിൽക്കും. എന്നിട്ട് എന്റർ ചെയ്യുക. ഇപ്പൊ എല്ലാ ലൈൻസും ഇതിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് കളർ ചെയ്യാം. അതിന് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് കളർ എന്നുള്ള ബൈ ലെയറിൽ എടുക്കുക, ആരോ ക്ലിക്ക് ചെയ്യുക, സെലക്ട് കളർ എടുക്കുക. അതിൽ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ എടുക്കാം. ഏത് കളറാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏത് കളർ വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് എടുക്കാം. ഏതാ കളർ എടുക്കേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളാം. എന്നിട്ട് എന്റർ ചെയ്യുക. ഇനി എസ്കേപ്പ് ചെയ്യുക. അപ്പൊ ഇതും കളറും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നോക്കാം. ഇതാണ്. ഇനിയിപ്പോ നമുക്ക് ഇത് സൂം ചെയ്യാം. സൂം എക്സ്റ്റെൻഡിലേക്ക് നമ്മുടെ ഈ ബോർഡിന്റെ എക്സ്റ്റെൻഡിലേക്ക് സൂം ചെയ്യാൻ സൂം എക്സ്റ്റെൻഡ് ആണ് കിട്ടണം. ഇസെറ്റ് എന്റർ, ഇ എന്റർ, ഇസെറ്റ് എന്റർ, ഇ എന്റർ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് സൂം ചെയ്ത് കഴിഞ്ഞു. കാരണം ഇതിനകത്തുള്ള സൂമിങ് ആണ് അത്, ശരിക്കുള്ള സൂമിങ് ശരിയായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടിയിൽ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.